ഈബുൾജെറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഐ ആം എൻ ഈബുൾജെറ്റ് പാൽക്കുപ്പി. ഓക്കെ, അങ്ങനെയാണല്ലോ കേരളം കത്തിക്കാൻ നടക്കുന്നവർ എന്നൊക്കെയാണ് ഈബുൾജെറ്റിനെ ഇഷ്ടപ്പെടുന്നവരെ കുറിച്ചിട്ട് പൊതുവെ സോഷ്യൽ മീഡിയയിലെ ചില FB ആൻഡ് ഇൻസ്റ്റാഗ്രാം കമൻറ്റ് ബോക്സിൽ ചിലർ പറയാറ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ സ്ഥിരമായിട്ട് അവരുടെ എല്ലാ കോണ്ടൻറ്റും കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇവർ 2-3 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ, ദുഹ്തായ് പറയോടൊപ്പം ഒരു ദിവസം. ഞാനിത് കണ്ടപ്പോൾ ഇത് എന്തുവാടെ ഇതിപ്പം ഇങ്ങനെ ഒരു സാധനം എന്നാണ് ഞാൻ വിചാരിച്ചത്. ദുഖ്തറി പറയോടൊപ്പം ഒരു ദിവസം ഇന്ത്യ ടു US, അവരുടെ ഇന്ത്യ ടു USൻ്റെ എപ്പിസോഡ് 68 അവർ മറ്റേ സ്നോ മൗണ്ടൻ സാധനത്തിലും ഇതിൻ്റെയൊക്കെ ഭാഗത്ത് ഇങ്ങനെ പോയി തുടങ്ങുന്ന ടൈമിൽ അവിടെയുള്ള ഒരു ഇൻഫ്ലുവൻസർ ഇവരെയായിട്ട് മീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആ ലേഡി വണ്ടിക്കകത്ത് കയറിയിരുന്നത് മുതലാണ് ഈ ഒരു വീഡിയോയുടെ കോണ്ടൻറ്റ് തുടങ്ങുന്നത്. ഞാൻ എപ്പോഴും ഈബുൾജെറ്റ് വീഡിയോ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ എല്ലാ വീഡിയോസും കാണുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് സ്റ്റിൽ അവരുടെ നെഗറ്റീവ് തംബ്നെയിലുകൾ, അതായത് മിസ്ലീഡിങ് ആയിട്ടുള്ള തംബ്നെയിലുകളും പിന്നെ റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു തരം മാനിപ്പുലേഷൻസും ഉണ്ട്. അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം അവരുടെ വേ ഓഫ് പ്രസൻറ്റേഷനും അവർ രണ്ടുപേരും തമ്മിലുള്ള സംസാരവും ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാനും. അപ്പം എന്താണെങ്കിലും ഇതെന്താ വിഷയം എന്നുള്ളത് നോക്കാം. ഒരുത്തി വണ്ടിക്കകത്ത് കയറിട്ടോ, ഇനിയിപ്പം ഒരു രക്ഷയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അടിപൊളി. ഹലോ, നമസ്തേ ഗൈസ്. നോക്കൂ, വാട്ട് ഈസ് യുവർ നെയിം? സാർവാർവ. ഹാ. വാട്ട് ഈസ് യുവർ നെയിം? നോ, ഐ ലവ് യു. ഗുഡ് ഫ്രണ്ട്. കമൂല. ഇൻസ്റ്റഗ്രാമർ, യൂട്യൂബർ. ദുഖ്താരി പറയോ? മുത്താരി പറി. എടാ എന്നാടാ സെമിന? دختری پری چقدر یکی طلاق کتما ابو ساخی بیک برکه بیک برکه No, English please. no بیک برکه Is Instagram ID جدا چیکاری چیکاری بیک برکه Big Bareka. آوازین من سان شرادی گرفانه Guys, ഇപ്പോൾ എന്താ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. അവരെന്താ പറയുന്നതെന്നുള്ളത് മനസ്സിലായില്ലെങ്കിലും അവർ ദുഖ്തറി പരി എന്ന് പറയുമ്പോഴത്തേക്ക് പരി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ദുഖ്തറി പരി മീൻസ് നമ്മളെ ഇതില്ലേ മാലാക, അങ്ങനത്തെ ഒരു ഇതാണെന്നാണ് എനിക്ക് പേഴ്സണലി ഇത് കേട്ടപ്പോൾ മനസ്സിലായത്. പക്ഷേ ഈ ബുൾജെറ്റ് എന്ത് ചെയ്ത് നൈസായിട്ട് ദുഖ്തറി പറയാക്കി കളഞ്ഞുള്ള അവസ്ഥ അറിയാലോ. പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ അത് ഒരുമാതിരി ഒരു വൈറൽ സാധനമായിട്ട് കത്താനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ദുഖ്തരി പരി എന്നുള്ളത് കേൾക്കുമ്പോഴേ അറിയാം ദുഖ്തരി പരി തന്നെയാണ് അവർ പറയുന്നത്. ദുഖ്തരി പറി. ഇനിയിപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളെ നാട്ടിൽ ഈ സാധനം വേറൊരു മീനിങ്ങിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിങ്ങനെ എടുത്തെടുത്ത് റിപ്പീറ്റ് ചെയ്ത് അതിനെ വാരി അടിക്കുന്നത് പറയുന്നത് എനിക്കെന്തോ അങ്ങനെ ഒരു ഓവർ ക്രിഞ്ചായിട്ട് തോന്നി എനിക്കത്. അതൊരുമാതിരി ഇങ്ങനെ ഡിസ്കഷന് വരാൻ വേണ്ടിയിട്ടുള്ളൊരു കോണ്ടന്റ് ആക്കാനുള്ള ഒരു തത്രപ്പാടിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ എനിക്കത് പേഴ്സണലി ഫീൽ ആയത്. ഓക്കെ, ഇനി ഇത് തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഷോർട്സും റീൽസും ഫേസ്ബുക്കിലൊക്കെ അവർ ഇതിൻ്റെ ആ ഒരു പോർഷൻ മാത്രമാക്കി എടുത്തിട്ട് ഈ ലേഡീനോട് സംസാരിക്കുന്നത് ഇട്ടിട്ടുമുണ്ട് കേട്ടോ. ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഉസ്ബെക്കിസ്ഥാനിലാണ്. ഇത് അങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. ഗൈസ് എൻ്റെ കൂടുതൽ നിൽക്കുന്ന ഈ സ്ത്രീ പിന്നെ കസാക്കിസ്ഥാനിലല്ല, ഉസ്ബെക്കിസ്ഥാനിയല്ല, തജാക്കിസ്ഥാൻകാരിയാണ്. പുള്ളിക്കാരിയുടെ ഗുഡ് നെയിം പ്ലീസ്? ദുഖ്തരി പറി എന്നാണ് ഇവളുടെ പേര്. കമോല. തജാക്കിസ്ഥാൻ. അവളുടെ പേര് അങ്ങനെ കേട്ടോ, അല്ല നമ്മൾ കളിയാക്കിയല്ല. ദുഖ്തരി പറയുന്ന പറഞ്ഞു. അപ്പം ഇവള് നമ്മുടെ വണ്ടിയൊക്കെ കയറി കണ്ട് ഇവരുടെ ചാനലൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അതും പോയി. ഓക്കെ, നോ നമസ്തേ. ഓക്കെ, താങ്ക് യു. ബൈ. ഗൈസ് ഉമ്മി പോയിട്ടോ. വാ. നമസ്തേ. ഇതാകെ പെട്ടല്ലോ. ഓക്കെ, ബൈ. കൈ കൊടുത്തില്ല ആ ലേഡി. ഓക്കെ, അവിടെ മുമ്പിൽ പോയി എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അത് വേറൊരു സീന് കമൻറ്റ് ബോക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കൈ കൊടുക്കാത്തത് അവർ ആ രാജ്യത്ത് മുസ്ലിം സ്ത്രീകൾ അന്യപുരുഷന്മാർക്ക് കൈ കൊടുക്കാറില്ല എന്നുള്ളൊരു സീൻ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പക്ഷെ അതല്ല, ഞാൻ നോക്കുന്ന സമയത്ത് ഈ പേര് അവർ പറയുന്നുണ്ട് ഇത് ആ പെൺകുട്ടിയെ അപമാനിക്കാനല്ല. പക്ഷെ നമ്മൾ വേറൊരു രാജ്യത്താണ് തിന്നിട്ടുള്ളത്. ഓക്കെ, കോണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവൂല. ഓക്കെ, നമ്മുടെ രാജ്യത്ത് ഈ പറി എന്നൊക്കെ ആ ഒരു സാധനം മാറ്റി പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പറഞ്ഞു അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ
നമ്മളെ നാട്ടിലതൊരു ആണ് അല്ലേ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അവർ പോലും പറയാതെ അവരെന്ത് ചെയ്യാണ്, അവർ വളരെ മോശമായ രീതിയിൽ അവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് അത് ഫീൽ ആയിട്ടുള്ളത്. കാരണം അവർ ദുക്തരി പരി എന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് പറയാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, കോണ്ടന്റിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്തോ അവരെ ഭയങ്കരമായിട്ട് ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെ. വേറെ രാജ്യത്താണ് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവരുടെ ഒപ്പം വന്ന് വണ്ടിയിൽ വീഡിയോ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ അവർ സമ്മതിക്കും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഈ ദുക്തരി പരീനെ പിടിച്ച് പറയാക്കുന്നതിന് ഇനിയിപ്പോൾ ദുക്തരി പറി തന്നെ ആയിക്കോട്ടെ, അവരുടെ നാട്ടിൽ ആ മീനിങ് അല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണല്ലോ ഈ നമ്മുടെ നാട്ടിലുള്ള ഒരു സാധനം വേറെ. ഇപ്പോൾ ഒന്നും വേണ്ടേ, ഇവിടെ കേരളത്തിൽ മയിരെന്ന് പറയുന്നതും തമിഴ്നാട്ടിൽ മയിരെന്ന് പറയുന്നതും രണ്ടും മാറ്റല്ലേ. സോ ആ രാജ്യത്തെ പേര്, ആ രാജ്യത്തെ ആളുകൾ, അവിടുത്തെ കൾച്ചർ, ഓക്കെ, അത് റെസ്പെക്റ്റ് ചെയ്ത് യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഒരു യാത്ര വ്ളോഗർ, അതായത് ട്രാവൽ വ്ളോഗറിൻ്റെ ഒരു ബേസിക് മാനേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇത് അവിടുത്തെ ഒരാളുടെ പേരിന് അങ്ങനെ ഒരു അർത്ഥം വെച്ചിട്ടുള്ള സംസാരവും അതിൽ കൂടി വരുന്നൊരു നെഗറ്റീവ് തമ്മിലും അതിൽ നിന്ന് കിട്ടുന്നൊരു ട്രാക്ഷനും വ്യൂവർഷിപ്പും, അതെന്തോ എനിക്കത് പേഴ്സണലി അത്ര ദഹിച്ചില്ല. ഓക്കെ, നീ കണ്ടില്ലേടാ ഗൈസ്, നോക്കൂ നിങ്ങൾ എന്താണോ ഇതിൻ്റെ അത് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. ദൈവമേ, ഇത് എന്താണോ സംഭവം എനിക്കറിയത്തില്ല കേട്ടോ. ലിവിനെ താങ്ക് യു ഗുഡ് ഗൈസ്. അവർക്ക് ഇപ്പം നമ്മളിവിടുത്തെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് എന്താ സംഭവം എന്നുള്ളത് പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. ഒരു മിനിറ്റ്, ഐ ലവ് യു കാണിച്ചിട്ട് വരാം കേട്ടോ. ഗൈസ് നോക്കൂ, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഈ സ്ത്രീ ഇവള് തജക്കിസ്ഥാനുകാരിയാണ്, ഉസ്ബെക്കിസ്ഥാനുകാരിയല്ല. പുള്ളിക്കാരി ഒരു ഇൻസ്റ്റാഗ്രാമറും പിന്നെ അതേപോലെ തന്നെ ബ്ലോഗറുമാണ്. അപ്പോൾ ഈ സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിൽ അവൾ ഇതിലേക്ക് പിന്നെ വന്ന് കയറിയതാണ്. വളരെ സന്തോഷം. Good name. My name is Duktari Pari. ദുക്തറി പറി എന്നുള്ളതാണ് ഇവളുടെ പേര്. അപ്പം അവള് എന്താ പറയുക, എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ വണ്ടിയെ കയറിയാൽ. വണ്ടിയിലെത്തി. ഓൾറെഡി വണ്ടി നമ്മൾ ഹീറ്റ് ആക്കിയിട്ടുണ്ട്. ഏതൊരു ഫോൺ മിസ്സാണല്ലോ. വണ്ടി ഓൾറെഡി ഹീറ്റ് ആക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. വണ്ടിക്കകത്ത് കയറിയപ്പം തണുപ്പും കാര്യങ്ങളൊക്കെ പോയി. അപ്പം നേരെ നമ്മൾ വണ്ടി എടുത്ത് താഴോട്ട് പോവുകയാണ്. ഒന്നും മിസ്സായിട്ടില്ല. ആ മഞ്ഞുമലയിൽ നിന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇനി കൂളിംഗ് ഗ്ലാസിൻ്റെ ആവശ്യമില്ല. എല്ലാം എടുത്ത് വെച്ചോ അല്ലേ. എന്തോ പറഞ്ഞു, ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, എന്തോ പറയും പറഞ്ഞു വന്നിട്ട് നേരെ കറങ്ങി ഇപ്പുറത്ത് വന്ന് വണ്ടിക്കകത്ത് കയറി ഒറ്റ ഇരിപ്പ്. എന്നിട്ടോ എനിക്കൊരു ഷെയ്ക്കാനും തന്നിട്ട് അവിടെ ഇരിക്കുക. അയ്യോ, നീ ശ്രദ്ധിക്കണം കേട്ടോ, പ്രത്യേകിച്ച് ലേഡീസ്. ഇവിടെ നമ്മൾ ഇതിങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള കാരണം വെച്ചാൽ ഇവിടെ ഫ്രണ്ട്ലിയാണ് എല്ലാവരും, പക്ഷെ അതേപോലെ ത്രെഡനിങ്ങും ഉണ്ട്. പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പട്ടിക്കുറുക്കണം, പ്രത്യേകിച്ച് പെണ്ണ് കേസൊക്കെ വന്നാൽ ഒരു മനുഷ്യൻ പോലും നമ്മളെ രക്ഷിക്കാനുണ്ടാവില്ല. നമ്മൾ തന്നെ ഇരുന്ന് പെടേണ്ടി വരും, നല്ല പൈസ നഷ്ടം പോവും. നമ്മളെപ്പോഴും പെണ്ണുങ്ങൾ വണ്ടി കയറും വളരെ സൂക്ഷിക്കണം, പെണ്ണുങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വളരെ ശ്രദ്ധിക്കണം. പെണ്ണ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നമ്മുടെ കൂർസ് നിൽക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ഞങ്ങൾ വണ്ടി കയറ്റാറില്ല, പെണ്ണുങ്ങളായിട്ട് അധികം ഓവർ ഇതിന് പോകാറുമില്ല. അങ്ങനെയാണ് നമ്മുടെ ട്രാവലിംഗ് രീതികൾ. പിന്നെ ഇതിലല്ലട്ടാ പോകേണ്ടത് പിന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് പോർഷൻ, അവരെങ്ങനെയാണ് വണ്ടി കയറിയതെന്നും. പിന്നെ അവർ പറഞ്ഞ പോലെ ശരിയാണ്, ഈ പറഞ്ഞ യാത്രകളിൽ അറിയാത്തവരെ, ഞാനോ പെണ്ണോ അറിയാത്തവരെ വണ്ടി പിടിച്ച് കയറ്റുന്നത് അത്ര സേഫ് അല്ല. പക്ഷേ ഇവിടെ ഇപ്പം എന്താ അറിയുമോ, അതൊരു സൈഡിൽ അവർ പറയുമ്പോഴും ആ രാജ്യത്തെ അല്ലെങ്കിൽ അവിടുത്തെ അവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ബേസിക് സാധനം ഉണ്ടല്ലോ. ഈ പറയാവുന്നതിനോട് ഇതിലാക്കുന്നതിനോട് എനിക്കെന്തോ അത് കമൻറ്റ് ബോക്സിൽ തന്നെ, നിങ്ങൾ അവരെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഒരു ഇട്ട വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. അത്യാവശ്യം ആളുകൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. കാരണം അതൊരു ബേസിക് സാധനമല്ലേ. ഇപ്പോൾ നമ്മൾ അവർക്കത് മനസ്സിലായില്ലെങ്കിലും ചിലപ്പോൾ ഇവർ ഇത്രയും ഫേമസ് ആണ് ഈ ബുൾജെറ്റ് എന്ന് പറയുന്നത്, മലയാളികൾ ആരെങ്കിലും തന്നെ ചിലപ്പോൾ ഇവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം ID തപ്പിപ്പിടിച്ചിട്ട് ഞാൻ ദുക്തരി പരി കുറേ നോക്കി, അത് ഇനിയിപ്പോൾ എങ്ങനെ സ്പെല്ല് ചെയ്യേണ്ട അല്ലെങ്കിൽ എഴുതേണ്ടതെന്ന് പോലും എനിക്ക് ഈ ദുക്തരി പരി എന്നുള്ളത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറേ ടൈപ്പ് ചെയ്ത് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ മലയാളികളാണ്, മലയാളികൾ എല്ലായിടത്തും ഉണ്ട് റെഡി. ചന്ദ്രനിൽ വരെ ചായക്കട നടത്താൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണല്ലോ നമ്മൾ. ശൂന്യാകാശത്ത് വരെ നമ്മളെത്തും, ഞാനിപ്പോൾ ശൂന്യാകാശത്താണല്ലോ. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ ഇവരുടെ അടുത്ത് പോയിട്ട് ചിലപ്പോൾ അത് അയച്ചു കൊടുത്തിട്ട് ദിസ് ഗൈസ് ആർ വാണ്ടഡ്ലി ദിസ് മേക്കിംഗ് യു ഫൺ, ദേ ചേഞ്ച് യുവർ നെയിം ടു എ ബാഡ് വേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിലോ ഇനിയിപ്പോൾ അവർക്ക് അറിയാവുന്ന അവരുടെ അവിടുത്തെ ലാംഗ്വേജിൽ വരെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അടിച്ച് ഞാൻ അപ്പം ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ കാര്യം പറയുമ്പോഴാട്ടാ അടിച്ചിട്ട് ചിലപ്പോൾ അവിടെ പോയിട്ട് ഇവർ മലയാളികൾ ചിലപ്പോൾ അവർക്ക് അത് മാറ്റി പറഞ്ഞു കൊടുത്ത് വീഡിയോൻ്റെത് എടുത്ത് അയച്ചൊക്കെ കൊടുക്കും. ഈ ബുൾജെറ്റിന് ശത്രുക്കൾക്ക് കുറവൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്തുകൊണ്ടാണ് ഇവർ യൂസ് ചെയ്യാത്തതെന്ന്.
പല സ്ഥലങ്ങളിലും ഈ ബുൾസെറ്റ്. ഫോണിൽ അങ്ങനെ സാധനം. ഇപ്പം ഞാൻ തായ്ലാൻഡ് വട്ടായൊക്കെ പോയ സമയത്ത് ഞാൻ ഈ സാധനം ഓണാക്കി വെക്കലാണ്. അതാണ് നല്ലത്. അവരെ കൊണ്ട് പറയിപ്പിക്കും, എന്നിട്ട് ഞാനിവിടെ കേട്ടിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും, എന്നിട്ട് അവർ കേൾപ്പിച്ചു കൊടുക്കും. ഈസി അല്ലേ കാര്യങ്ങൾ. നമുക്ക് എവിടെ വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം, ഏത് ലോകത്തെ ഭാഷ വേണമെങ്കിൽ നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ ഇവർക്ക് യൂസ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പം എന്താണെങ്കിലും എനിക്കെന്തോ ഇത് കണ്ടിട്ട് അവരെ സ്ഥിരം വ്യൂവറും കൂടി ആകുമ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഒരുമാതിരി ഭയങ്കര വേണ്ടിയിരുന്നില്ല. അങ്ങനെ അവരെ രാജ്യത്തുനിന്ന് അവിടെ ഉള്ളൊരു അതൊരു ഇൻഫ്ലുവൻസറാണ് അവരെ നമ്മളെ നാട്ടിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒരുമാതിരി ഊക്കി വിടുന്ന പരിപാടി, മുമ്പിച്ച് വിടുന്ന പരിപാടി കാണിക്കുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിയാൽ തന്നെ ഭയങ്കര രസം. അല്ലെങ്കിൽ ഭയങ്കര രസമാണ് ഒരു വീഡിയോ. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് മൈന്യൂട്ട് സാധനങ്ങൾ ഈ വൈറൽ സാധനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, കരുതിക്കുട്ടി കാട്ടിക്കൂട്ടുന്നതിന് ഒരളവ് വെക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ തോട്ടിൽ ഞാൻ പറയുകയാണ്.